എന്താണ് ബെയിൽ? ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയട്ടെ, ഈ ചിലരുടെ ഒരു വിചാരമുണ്ട്, ബെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു, ഇനി ഫ്രീ ആയിട്ട് വിട്ടു എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ആ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ വിധി വരുന്നത് വരെ കോടതിയുടെ കണ്ടീഷൻസ് അനുസരിച്ച് പുറത്ത് നിന്നുകൊള്ളാം എന്ന് പറഞ്ഞ് പ്രതി ഫയൽ ചെയ്യുന്ന ബെയിൽ പെറ്റീഷൻ പ്രകാരം കോടതി അനുവദിച്ചു കൊടുക്കുന്ന ഒരു മാർഗ്ഗം മാത്രമാണ് ഈ ബെയിൽ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഒരു റൂളും കൂടെ പറയണം. ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദ എക്സെപ്ഷൻ. അതായത് ഒരു പണിഷ്മെൻറ്റ് പോലെ ആൾക്കാരെ പിടിച്ച് വെറുതെ ജയിലിടാൻ പാടില്ല എന്നുള്ളതാണ് റൂൾ. ആദ്യം വേണ്ടത് 2 ഷുവർട്ടീസിനെയാണ്, അതായത് 2 ജാമ്യക്കാർ. അവരുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുന്ന ആധാർ കാർഡും ടാക്സ് റെസിപ്റ്റും വേണ്ടതായിട്ടുണ്ട്. ഇതിന് പുറമെ കോടതി വെക്കുന്ന കണ്ടീഷൻസ് ആയിട്ടുള്ള ട്രാവൽ ബാൻ, അതായത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യൽ, കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്യേണ്ടി വരുന്നത്, ഇതൊക്കെ ബെയിൽ കണ്ടീഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇത് തെറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബെയിൽ ക്യാൻസൽ ആവുന്നതാണ്. നിങ്ങൾക്കൊരു ബെയിൽ എടുക്കേണ്ടി വരുമ്പോൾ ഒരു ലോയറിനെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നത് ഒന്നേ ഉള്ളൂ, അത് സത്യം പറയുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു വക്കീൽ ഡിഫെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും, നിങ്ങൾ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കോടതിയിൽ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതുപോലുള്ള കൂടുതൽ സിംപ്ലിഫൈഡ് ലീഗൽ നോളജിനായി ഫോളോ ചെയ്യുക.